Dear students, നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റീം ടർബൈനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞു steam turbine is a prime mover which converts the heat energy of the steam into mechanical energy in two stages. First of all, the steam will be the heat energy of the steam will be converted into kinetic energy in the nozzle part of a steam turbine, which produces high velocity steam jet which is coming out of the steam nozzle. And in the second part, this high velocity, that means the steam with the high kinetic energy, will be converted into mechanical energy in the form of a rotation of shaft. Okay, and according to the action of steam, the steam turbine can be classified into two: impulse turbine and reaction turbine. Impulse turbine it is working due to the impulsive force of the steam jet which impinges on the turbine blades. Okay, അവിടെ നമ്മൾ ആദ്യം നമ്മൾ എന്താ പറയുന്നത്, ഇന്നെ സിമ്പിൾ ഇമ്പൾസ് ടർബൈനിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റീം എ സിംഗിൾ സ്റ്റേജ് ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ ആയി നമ്മൾ പറഞ്ഞ ഡി ലെവൽ ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, ഡി ലെവൽ ഇമ്പൾസ് ടർബൈൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് പാർട്ടാണ് നമ്മൾ പറഞ്ഞു. മൂന്ന് പാർട്ടാണ് ഇമ്പൾസ് ടർബൈൻ ഉള്ളത്. ഒന്ന് എന്താ വെച്ചാൽ ഒരു നോസിൽ റിംഗ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് നോസിൽ ആയിരിക്കും ഉണ്ടായിരിക്കുക, ആ നോസിൽ ഉണ്ടായിരിക്കും. അതിന് പിന്നെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു എന്താണ്, ബ്ലേഡ്സ്, ടർബൈൻ ബ്ലേഡ്സ് വിത്ത് റണ്ണറിന്റെ പെരിഫറിയിൽ ടർബൈൻ ബ്ലേഡ്സ് ഉണ്ടായിരിക്കും. അതിന് ഇതിനെല്ലാം കൂടി കവർ ചെയ്ത് മൂന്നാമതായിട്ട് ഒരു കേസിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു സിംഗിൾ സ്റ്റേജ് ഇമ്പൾസ് ടർബൈൻ എക്സാമ്പിൾ ആണ് ഡി ലെവൽ ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിലെ ഒരു സിംഗിൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് നോസിൽ റിങ്ങും ആൻഡ് തന്നെ റണ്ണറും ആയിരിക്കും. ഒരു സിംഗിൾ റണ്ണർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നോസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ദ heat energy will be converted into kinetic energy. That means the velocity of steam will be increased. And each steam, then it will pass through the first stage of rotor or runner blades, runner having a number of blades. അപ്പൊ ഈ ബ്ലേഡ്സിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിന് മൂവിംഗ് ബ്ലേഡ്സ് എന്ന് പറയാം. ഈ ബ്ലേഡ്സിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ എ പോർഷൻ ഓഫ് ദിസ് വെലോസിറ്റി വിൽ ബി അബ്സോർബ്ഡ്. Thus, the velocity of steam will be reduced. Okay, ആൻഡ് അതേസമയം നമുക്കറിയാം പ്രഷറും അതേസമയം പ്രഷർ എന്തായിരിക്കും, നമുക്ക് ഇവിടെ ഹൈ പ്രഷർ സ്റ്റീം ആയിരിക്കും സ്റ്റീം നോസിലിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പൊ ആ സ്റ്റീം നോസിലൂടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആൾറെഡി ഇതിന്റെ പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് അപ്പൊ when the steam passes through this nozzle, its pressure will be reduced, and there won't be any considerable changes in the pressure as the steam expands through this steam blades. അപ്പൊ പ്രഷർ ഇവിടെ നമുക്ക് നോസിൽ പാർട്ടിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യും. ദെൻ നമുക്കത് ഈ മൂവിംഗ് ബ്ലേഡ്സിന്റെ മുകളിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് പ്രഷറിന് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവില്ല. ഓക്കെ, അതായിരുന്നു നമ്മളിപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഓക്കെ, ഇവിടെ നോക്കാം. അപ്പൊ ആ ഒരു സ്റ്റേജ് സിമ്പിൾ ഇമ്പൾസ് ടർബൈന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നോസിൽ റിംഗും ഉണ്ടായിരിക്കും, നോസിലും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മൂവിംഗ് ബ്ലേഡ്സ് വിച്ച് ആർ ഫിക്സ്ഡ് ഓൺ എ റണ്ണർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ നോസിൽ പാർട്ടിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പ്രഷർ വിൽ ബി റെഡ്യൂസ്ഡ്, ആൻഡ് ദെൻ മൂവിംഗ് ബ്ലേഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രഷറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഇല്ല. വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, വെലോസിറ്റി വിൽ ബി ഇൻക്രീസ്ഡ് when it passes through the nozzle part, and its velocity will be reduced while steam passes over this moving blade, since a portion of this velocity will be absorbed by this moving blades. Okay, next we will have to discuss about the compounding of impulse turbine. So compounding, what is the purpose of a compounding? നമുക്കറിയാം a simple impulse turbine consists of a set of nozzle ring, a single set of nozzle ring and a single set of rotor. Okay, but when നമുക്കറിയാം in order to increase the thermal efficiency of this steam turbine, നമുക്കറിയാം boiler the steam will be produced around up to a pressure of 125 to 140 bar pressure. The steam will be produced up to a pressure of 125 to 140 bar pressure ആയിരിക്കും steam produce ചെയ്യുക. ഈ ഹൈ പ്രഷർ സ്റ്റീം, ഇത്രയും ഹൈ പ്രഷറുള്ള സ്റ്റീം when expands through this nozzle,
ടു എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സപ്പോസ് ഇവിടെ സംഭവിക്കുന്നത് 125 ബാർ പ്രഷറിൽ നിന്ന് 1 ബാർ പ്രഷറിലേക്കാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു സിംഗിൾ സ്റ്റേജ് നോസിൽ തന്നെ ഇത്രയും 125 ബാർ പ്രഷറിൽ നിന്ന് 1 ബാർ പ്രഷറിലേക്ക് പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ the velocity of steam produced will be very high. അപ്പൊ ഇത്രയും ഈ ഹൈ വെലോസിറ്റി ഉള്ള സ്റ്റീം when impinges or slides through a single set of rotor, then it creates a very high velocity for the turbine rotor. അപ്പൊ ഇത് നമുക്ക് ഈ വരുന്ന നമുക്ക് ഈ 125 ബാറിന്ന് 1 ബാർ പ്രഷറിലേക്ക് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഈ ഹൈ വെലോസിറ്റി സ്റ്റീം ജെറ്റ് ഒരു സിംഗിൾ സ്റ്റേജ് റോട്ടറിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 30,000 RPM ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു സിംഗിൾ സ്റ്റേജ് ഡി ലെവൽ ഇമ്പൾസ് ടർബൈൻ ക്യാൻ പ്രൊഡ്യൂസ് എ സ്പീഡ് ഓഫ് 30,000 RPM. നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്ക് 30,000 RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ഒരു ഡീസൽ എഞ്ചിനൊക്കെ RPM എന്ന് പറഞ്ഞാൽ അറൌണ്ട് 4,000 to 5,000 RPM ആണ്. ആ സമയത്താണ് നമ്മൾ 30,000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 30,000 RPM ഒരു സിംഗിൾ സ്റ്റേജ് പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ ഇറ്റ് മേ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. ഓക്കെ, കാരണം അത്രയും പിന്നെ സ്പീഡിൽ അത്രയും RPM റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അത് ടർബൈൻ ഷാഫ്റ്റിന് അത്രയും അത് ക്യാരി ചെയ്യാനുള്ളത് ഡിഫിക്കൽട്ടി ഉണ്ടാവും, അത്രയും RPM ഉണ്ടാവുന്ന ഷാഫ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് വല്ല ക്രാക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒന്നുകിൽ നമുക്ക് ഈ സ്പീഡ് നമ്മൾ കോമ്പൗണ്ട് ചെയ്യും. കോമ്പൗണ്ടിങ് വെച്ചാൽ ഐദർ നമുക്ക് ദിസ് പ്രഷർ ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഈ 125 ബാറിന്ന് 1 ബാറിലേക്ക് ഒരു സിംഗിൾ സ്റ്റേജിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യാതെ നമ്മൾ അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഈ വെലോസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ് സ്റ്റേജ് ബൈ സ്റ്റേജ്. ഓക്കെ, അതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കോമ്പൗണ്ടിങ് എന്ന് പറയാം, ഒന്നുകൂടി പറയാം. ഹൈ പ്രഷർ, ദാറ്റ് മീൻസ് 100 to 140 bar and high temperature steam is used in power plant to increase their thermal efficiency. If the entire pressure drop, that means from 125 bar to 1 bar, is carried out in one stage only, then the velocity of steam entering into the turbine will be very high, which will make the turbine rotor to run at a very high speed. That means up to 30,000 RPM. Such high speed of turbine will have a lot of disadvantages. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേരിയസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് റോട്ടർ സ്പീഡ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ സിസ്റ്റം ഓഫ് റോട്ടേഴ്സ് ഇൻ സീരീസ് കീഡ് ടു എ കോമൺ ഷാഫ്റ്റ് ആൻഡ് ദ സ്റ്റീം പ്രഷർ ഓർ വെലോസിറ്റി ഈസ് അബ്സോർബ്ഡ് ഇൻ സ്റ്റേജസ് ആസ് ഇറ്റ് ഫ്ലോസ് ഓവർ ദി റോട്ടർ ബ്ലേഡ്സ്, കോൾഡ് കോമ്പൗണ്ടിങ്. അപ്പൊ നമ്മൾ ഈ 125 ബാറിന്ന് 1 ബാറിലേക്ക് ഒറ്റ സിംഗിൾ സ്റ്റേജ് നമ്മൾ റെഡ്യൂസ് ചെയ്യാതെ ഐദർ നമ്മൾ വെച്ചാൽ പ്രഷർ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും, അല്ലാണ്ട് നമുക്ക് വെലോസിറ്റി സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സിംഗിൾ സെറ്റ് ഓഫ് റോട്ടർ അല്ല ഉണ്ടായിരിക്കാം, മൾട്ടി സ്റ്റേജ് റോട്ടേഴ്സ് ആയിരിക്കും, സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ there are 3 types of compounding. Either we can compound velocity, or we can compound pressure, or we can compound both pressure and velocity. Okay, now we can discuss about the velocity compounding. Okay, in velocity compounding നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ ഫിഗർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ here the velocity is compounded. Okay, അപ്പൊ ഇവിടെ it mainly velocity compounding, there will be a first set of nozzle ring will be here, and there will be 2 sets of moving blades that are separated by a ring of guide blades or fixed blades, which constitute a velocity compounded turbine. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് സെറ്റ് ഓഫ് നോസിൽ റിംഗ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ ശേഷം the steam after passing through this first set of nozzle ring will enter into a first set of moving blade. Okay, and then it will pass through this first set of fixed blade. The fixed blade, or it is also known as guide blades. The guide blades or fixed blade, as the name indicates, used for
changing the direction of the steam only. And steam then passes through this first set of fixed blade, then it will enter into the second set of moving blade, and it will be then taken out. Okay. അപ്പൊ ഇവിടെ സ്റ്റീം പാസ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ നോസിൽ റിങ്, മൂവിംഗ് ബ്ലേഡ്, ഫിക്സഡ് ബ്ലേഡ്, ദെൻ മൂവിംഗ് ബ്ലേഡ്, ഇതിലൂടെ ഒക്കെ പാസ് ചെയ്യുന്ന സമയത്ത് സ്റ്റീമിന്റെ പ്രഷർ എന്ത് സംഭവിക്കുന്നു, വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വെലോസിറ്റി കോമ്പൗണ്ടിങ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് വെലോസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ് സ്റ്റേജ് ബൈ സ്റ്റേജ്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് വെലോസിറ്റി ഡയഗ്രാം തന്നെ നമുക്ക് എടുക്കാം. ഇത് വെലോസിറ്റിന്റെ ഡാറ്റം ലൈൻ ആണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി നമുക്കറിയാം ഇതിന് നേരെ നോസിലിന് നേരെ താഴെ നോക്കുക. ദ സ്റ്റീം ഫസ്റ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ ദിസ് നോസിൽ എന്താ സംഭവിക്കുക, ഹീറ്റ് എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻടു കൈനറ്റിക് എനർജി, ദെയർബൈ ഇൻക്രീസിങ് ദ വെലോസിറ്റി. വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഈ ഹൈ വെലോസിറ്റി സ്റ്റീം ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പൊ ഈ സ്റ്റീം നമ്മൾ ഒരു സിംഗിൾ സ്റ്റേജ് ഇമ്പൾസ് ടർബൈനിലുള്ള പോലെ നമുക്കൊരു ഒറ്റ റണ്ണറിലൂടെ ഉള്ള മൂവിംഗ് ബ്ലേഡിലൂടെ പാസ് ചെയ്തിട്ട് പോരുകയല്ല ചെയ്യുന്നത്. അതിന് പകരം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഹൈ വെലോസിറ്റി ഓഫ് സ്റ്റീം ജെറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ നോസിൽ when it passes through this first set of moving blades, some portion of the kinetic energy will be increased, some portion of the kinetic energy will be absorbed, thereby a small reduction in the velocity will be taking place. അത് കഴിഞ്ഞ ശേഷം എന്താണ്, പിന്നെയാണ് സ്റ്റീം എന്ത് ചെയ്യണം, ഫസ്റ്റ് സെറ്റ് ഓഫ് ഫിക്സഡ് ബ്ലേഡിലൂടെ പാസ് ചെയ്യുന്ന സമയം. അപ്പൊ ഈ ഫിക്സഡ് ബ്ലേഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സ്റ്റീമിന്റെ വെലോസിറ്റിക്ക് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവില്ല. വെലോസിറ്റി വിൽ റിമൈൻസ് കോൺസ്റ്റന്റ് വൈൽ ദ സ്റ്റീം പാസസ് ത്രൂ ദി ഫസ്റ്റ് സെറ്റ് ഓഫ് ഫിക്സഡ് ബ്ലേഡ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഫിക്സഡ് ബ്ലേഡ്സ് ആർ യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ദ സ്റ്റീം ഓൺലി. അത് കഴിഞ്ഞ ശേഷം again this gauge blades or fixed blade will be changes the direction of the steam towards the second set of moving blades only. Okay. അങ്ങനെ നമുക്ക് അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്താ, ഈ സ്റ്റീം സെക്കൻഡ് സെറ്റ് ഓഫ് മൂവിംഗ് ബ്ലേഡ്സിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിമൈനിങ് പോർഷൻ ഓഫ് ദ കൈനറ്റിക് എനർജി വിൽ ബി അബ്സോർബ്ഡ് ആൻഡ് വെലോസിറ്റി വിൽ ബി ഡിക്രീസ്ഡ് അപ്രീഷിയബിളി ആൻഡ് ദ ഫൈനൽ വെലോസിറ്റി വിൽ ബി റീച്ച്ഡ്. അപ്പൊ നമുക്ക് ഇവിടെ വെലോസിറ്റി അബ്സോർബ് ചെയ്യുന്നത്, വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ സ്റ്റേജിലല്ല. ആദ്യം ഫസ്റ്റ് സെറ്റ് ഓഫ് മൂവിംഗ് ബ്ലേഡ്സിൽ പിന്നെ കുറച്ച് റെഡ്യൂസ് ചെയ്യും, പിന്നെ സെക്കൻഡ് സെറ്റ് ഓഫ് മൂവിംഗ് ബ്ലേഡിൽ റെഡ്യൂസ് ചെയ്യും, പിന്നെ നമ്മൾ റിക്വയർഡ് വെലോസിറ്റി അച്ചീവ് ചെയ്യണം. വാട്ട് ഇസ് ഹാപ്പനിങ് ടു ദ പ്രഷർ ഓഫ് ദ സ്റ്റീം. അപ്പൊ ഇവിടെ നമുക്ക് പറയാം when the steam while passes through this nozzle its pressure will be reduced appreciably. അത് കഴിഞ്ഞ ശേഷം while steam passing over these moving blades as well as through this fixed blade its pressure remains constant. അപ്പൊ നമുക്ക് വേണ്ട റിഡക്ഷൻ പ്രഷർ വിൽ ബി അച്ചീവ്ഡ് ഇൻ ദ സിംഗിൾ സ്റ്റേജ് ഓൺലി. ആ ഫസ്റ്റത്തെ സ്റ്റേജിലായിരിക്കും പ്രഷർ റെഡ്യൂസ് ചെയ്യുക, പിന്നെ പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. ഇവിടെ വെലോസിറ്റിയാണ് നമ്മൾ കോമ്പൗണ്ട് ചെയ്യണം, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ദി വെലോസിറ്റി കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞത്. ഓക്കെ. M for moving blade, F for fixed blade. Okay, N for nozzle. അപ്പൊ ഇവിടെ പ്രഷർ ഡയഗ്രാം, ഇവിടെ ഇത് പ്രഷർ ഡയഗ്രത്തിലെ പ്രഷറിന്റെ ഡാറ്റം ലൈൻ ആണ്. പ്രഷർ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു, മൂവിംഗ് ബ്ലേഡിലൂടെയും ഗേജ് ബ്ലേഡിലൂടെയും പാസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. നമുക്ക് ഫൈനൽ പ്രഷർ ആയിരിക്കും ഇത് ഉണ്ടാവുക. ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം. വെലോസിറ്റി കോമ്പൗണ്ടിങ്. In velocity compounding of an impulse turbine, the expansion of steam takes place in a nozzle or a set of nozzles from the boiler pressure to the condenser pressure. അപ്പൊ ബോയിലർ പ്രഷർ കണ്ടൻസർ പ്രഷറിലേക്ക് ആ ഒരു സിംഗിൾ സ്റ്റേജിൽ നോസിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ. Then the impulse wheels carries 2 or 3 rows of moving blades along with the rings of gauge blades or fixed blades in between them. അപ്പൊ ഇമ്പൾസ് ഇതില് വെലോസിറ്റി കോമ്പൗണ്ടിങ്ങിൽ നമുക്കറിയാം ഇമ്പൾസ് ഇമ്പൾസ് വീൽ എന്തൊക്കെയാണ്, ഒന്നുകിൽ നമുക്ക് 2 rows of moving blades in between a fixed blades, a row of fixed blades will be there. Okay, then ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. The steam after expanding through a nozzle enters the first ring of moving blades at high velocity. Okay, a portion of this velocity is absorbed by this moving blade and the remaining is passed on to the next ring of fixed blades. പിന്നെ fixed blades like enter ചെയ്യുന്നു. Then the fixed blades changes the direction of steam and direct it to the second ring of moving blade without altering the velocity appreciably. fixed blade പാസ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റിക്ക് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇത് പാസ് ചെയ്യുന്നു, സെക്കൻഡ് സെറ്റ് ഓഫ് മൂവിംഗ് ബ്ലേഡ്സിലൂടെ പാസ് ചെയ്യുന്നു.
No pressure drop occurs either in moving blades or fixed blades. All the pressure drop occurs in nozzle only. Okay. This turbine can run at about 1/3 of the speed of the D-level turbine for the same pressure drop and diameter of the wheel. This is the working of a velocity compounding. Okay. Such a type of a velocity compounded turbine is a Curtis turbine. The velocity compounded turbine and Curtis turbine. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാനൊരു സിമ്പിൾ ഫിഗർ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, then we can discuss about the pressure compounded turbine. A pressure compounded turbine എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നോസിൽ റിങ്ങും ഒരു മൂവിംഗ് ബ്ലേഡ്സിന്റെ റോട്ടറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ, ഒരു സിംഗിൾ സ്റ്റേജ് മൂവിംഗ് ബ്ലേഡ്സും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ ആണെന്നുള്ളത് നമുക്കറിയാം. ഒരു സിംഗിൾ സ്റ്റേജ് ഇമ്പൾസ് ടർബൈൻ ആണ്. ഓക്കെ, അങ്ങനെയുള്ള നമ്പർ ഓഫ് സിമ്പിൾ ഇമ്പൾസ് ടർബൈൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ പ്രഷർ കോമ്പൗണ്ടഡ് ടർബൈൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഈ ഫിഗർ? അക്കോർഡിംഗ് ടു ദിസ് ഫിഗർ നമുക്കറിയാം രണ്ട് സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ കണക്ട് ചെയ്തിട്ടുള്ളത്, അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ പ്രഷർ കോമ്പൗണ്ടഡ് ടർബൈൻ. ഇങ്ങനെ രണ്ട് സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ കണക്റ്റഡ് ആവാം, 3 സ്റ്റേജ് ഉണ്ടാവാം, 4 സ്റ്റേജ് ഉണ്ടാവാം, അങ്ങനെ നമ്പർ ഓഫ് സ്റ്റേജസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ 2 സ്റ്റേജ് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പ്രഷർ ആണ് കോമ്പൗണ്ട് ആണ്. നേരത്തെ നമ്മൾ പ്രഷർ ആണ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോൺ ആസ് പ്രഷർ കോമ്പൗണ്ടിങ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നോസിൽ പാർട്ടിലാണ്. അപ്പൊ ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈനിലുള്ള പോലെ ഒരു സിംഗിൾ സ്റ്റേജ് നോസിലിൽ ഈ കംപ്ലീറ്റ് പ്രഷർ ഡ്രോപ്പും ഒക്കർ ചെയ്യാതെ നമ്മൾ മോർ ദാൻ 1 നോസിൽ റിങ് യൂസ് ചെയ്തിട്ട് ഈ പ്രഷർ ഡ്രോപ്പ്, നേരത്തെ നമ്മൾ പറഞ്ഞ 125 ബാറിന്ന് 1 ബാർ പ്രഷറിലേക്കുള്ള ഈ റിഡക്ഷൻ ഒരു സിംഗിൾ സെറ്റ് ഓഫ് നോസിൽ ഉപയോഗിച്ച് ചെയ്യാതെ നമ്പർ ഓഫ് നോസിൽസ് ഇൻ ഡിഫറെന്റ് സ്റ്റേജസ്, ഒന്നിൽ കൂടുതൽ നോസിൽ റിങ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിനെ പ്രഷർ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ വെലോസിറ്റി എല്ലാം മൈൻഡ് ചെയ്യുന്നത്, പ്രഷർ ആണ് റെഡ്യൂസ് ചെയ്യുന്നത്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ പ്രഷർ കോമ്പൗണ്ടഡ് ടർബൈനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സ്റ്റീമിന്റെ പ്രഷർ എന്ത് സംഭവിക്കുന്നു, വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, first of all നമുക്കറിയാം when the steam passes through this first set of nozzle ring, its pressure will be reduced considerably and the velocity will be increased considerably. Okay, അപ്പൊ pressure ഇവിടെ this constitutes the pressure diagram and this constitutes the velocity diagram. Okay, അപ്പൊ ഇവിടെ ഇതിന് നേരെ താഴെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് പ്രഷർ വെലോസിറ്റി ആണ് കാണുക. ഈ മൂവിംഗ് ബ്ലേഡ്സിന് നേരെ കാണിക്കുന്ന അതിന്റെ പ്രഷറും സ്റ്റീമിന് പ്രഷർ എന്ത് സംഭവിക്കുന്നു, വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു. ഈ നോസിൽ റിങ്ങിന് നേരെ താഴെ കാണിക്കുന്ന അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സ്റ്റീമിന്റെ പ്രഷർ എന്ത് സംഭവിക്കുന്നു, വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു. ഈ മൂവിംഗ് ബ്ലേഡ്സിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ എന്ത് സംഭവിക്കുന്നു, വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ when the steam passes through the first set of nozzle ring, its pressure will be reduced and the velocity will be increased. And then this high velocity steam will enter into the first set of moving blades. Thereby, during that flow of steam through this moving blade, its velocity will be absorbed and the pressure remains constant. Okay, but velocity reduced. അപ്പൊ ഇവിടെ ഇപ്പൊ പ്രഷർ ഓൾറെഡി കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം again the steam will be entering into the second set of nozzle ring, and then this pressure reduction pressure occurs and our final pressure will be achieved. Okay, അപ്പൊ ഈ സ്റ്റീം സെക്കൻഡ് സെറ്റ് ഓഫ് നോസിൽ റിങ്ങിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് again this pressure will be reduced and there will be velocity will be increased appreciably, and then this high velocity steam jet again passes through the second set of moving blades and this velocity will be absorbed considerably, thereby reduction in velocity occurs and the pressure remains constant during the flow of steam through this moving blade. ഇവിടെ നമുക്ക് കാണാം മൂവിംഗ് ബ്ലേഡ്സിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ സെക്കൻഡ് സെറ്റ് ഓഫ് മൂവിംഗ് ബ്ലേഡ്സിലൂടെ പാസ് ചെയ്യുന്ന സമയത്തും അതിന്റെ pressure remains constant ആയിരിക്കും. Okay, and pressure only the reduction of pressure occurs while the steam passes through this nozzle part only. അപ്പൊ ഇവിടെ ഫസ്റ്റ് സെറ്റ് ഓഫ് നോസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ റിഡക്ഷൻ ഉണ്ടാവും, സെക്കൻഡ് സെറ്റ് ഓഫ് നോസിലൂടെ പാസ് ചെയ്യുന്ന സമയത്തും റിഡക്ഷൻ ഇൻ പ്രഷർ occurs and the final hour PE means exit pressure, PI means inlet pressure. അപ്പൊ ഇൻലെറ്റ് പ്രഷറിന്
എക്സിറ്റ് പ്രഷറിലേക്ക് എത്തുന്നത് 2 സ്റ്റേജ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. സപ്പോസ് 125 ബാർ ഇവിടെ ഉണ്ടായിരിക്കാം, സപ്പോസ് ഇവിടെ 1 ബാർ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഈ 125 ബാർ പ്രഷറിന് 1 ബാർ പ്രഷറിലേക്ക് എത്തുന്നത് 2 സ്റ്റേജ് ആയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണ് പ്രഷർ റിഡക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രഷർ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയി റെഡ്യൂസ് ചെയ്യുന്ന ടർബൈൻ നമ്മൾ പ്രഷർ കോമ്പൗണ്ടഡ് ടർബൈൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, എക്സ്പ്ലനേഷൻ നോക്കാം. പ്രഷർ കോമ്പൗണ്ടിങ്, എ നമ്പർ ഓഫ് സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ. സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ് നോസിൽ റിങ്ങും ഒരു സെറ്റ് ഓഫ് മൂവിംഗ് ബ്ലേഡ്സും കൂടി ചേർന്നാണ് ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എ നമ്പർ ഓഫ് സിമ്പിൾ ഇമ്പൾസ് ടർബൈൻസ് അറേഞ്ച്ഡ് ഇൻ സീരീസ് ഫോം എ പ്രഷർ കോമ്പൗണ്ടഡ് ടർബൈൻ. In this, the total pressure drop of steam does not take place in the first nozzle ring, but divided equally among all the nozzle rings. Okay. Then a stage consists of a fixed nozzle ring and a moving blade ring. Okay. ഇതാണ് ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞത്. The steam from the boiler is passed through the first nozzle ring, where only a small pressure drop occurs with an increase in velocity of steam. The steam is now directed onto the first moving blade ring, where the pressure of the steam does not alter, but the velocity decreases. The steam from the first moving blade ring enters the second nozzle ring. Appo first stage കഴിഞ്ഞു, എന്നിട്ട് the steam from the first moving blade ring enters the second nozzle ring, where its pressure is further reduced. Appo second stage start ചെയ്തു, again the pressure is reduced. The process is repeated in the remaining ring until the condenser pressure or exit pressure is reached. The pressure drop per stage in the nozzle ring is not the same. അപ്പോൾ ഈ ഓരോ നോസിൽ റിംഗിലും ഓരോ സ്റ്റേജിലുള്ള പ്രഷർ ഡ്രോപ്പ് ഈ സെയിം ആയിക്കൊള്ളുന്നില്ല. But the number of heat units converted into the velocity in each stage is same. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ പറഞ്ഞു പിന്നെ നോസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് യൂണിറ്റ് കൺവേർട്ടിംഗ് ഇൻറ്റു കൈനറ്റിക് എനർജി വിൽ ബി സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് പ്രഷർ കോമ്പൗണ്ടിങ് ടർബൈൻ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി പ്രഷർ വെലോസിറ്റി കോമ്പൗണ്ടഡ് ടർബൈൻ. അപ്പൊ നമുക്ക് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പ്രഷർ കോമ്പൗണ്ടിങ് ആൻഡ് വെലോസിറ്റി കോമ്പൗണ്ടിങ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അറിയാം രണ്ട് മൂവിംഗ് ബ്ലേഡ്സ്, ഒരു അതിന് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഫിക്സഡ് ബ്ലേഡ് ചേർന്ന് കഴിഞ്ഞാൽ എന്ത്, ഒരു നോസിലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു വെലോസിറ്റി കോമ്പൗണ്ടിങ് ആയി. അതുപോലെ രണ്ട് നോസിൽ റിങ്ങോ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി, ഒന്നിൽ കൂടുതൽ നോസിൽ റിംഗ് വന്നു കഴിഞ്ഞാൽ പ്രഷർ കോമ്പൗണ്ടിങ് ആയി. അപ്പൊ ദിസ് എ കോമ്പിനേഷൻ ഓഫ് പ്രഷർ കോമ്പൗണ്ടിങ് ആൻഡ് വെലോസിറ്റി കോമ്പൗണ്ടിങ്. ഇവിടെ പ്രഷറും കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിയും കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീം, അതിനുള്ള ഇത് നമുക്ക് പ്രഷർ, വാട്ട് ഈസ് ഹാപ്പനിങ് ടു പ്രഷർ ഓഫ് ദ സ്റ്റീം, അത് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്രഷർ ഡയഗ്രാം, ഇത് ഡാറ്റം ലൈനാണ്, പ്രഷറിന്റെ ഡാറ്റം ലൈനാണ്. ദിസ് PI ഇസ് ദ ഇൻലെറ്റ് പ്രഷർ ആൻഡ് PE ഇസ് ദ എക്സിറ്റ് പ്രഷർ. ഇനി ഇത് നമുക്ക് വെലോസിറ്റി ആണ് കാണിക്കുന്നത്, വെലോസിറ്റി ഡയഗ്രാം ആണ്. ഇത് വെലോസിറ്റിന്റെ ഡാറ്റം ലൈനാണ്. VI ഇസ് ദ ഇൻലെറ്റ് വെലോസിറ്റി ആൻഡ് VE ഇസ് ദ എക്സിറ്റ് വെലോസിറ്റി. ഓക്കെ ഓക്കെ, അപ്പൊ നേരെ താഴെ നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്കറിയാം, when the steam passes through the first set of nozzle ring, its pressure will be reduced and velocity will be increased. And then this high velocity steam jet, when it passes through this first set of moving blade, its velocity will be decreased. And there won't be any considerable changes in the velocity during when the steam passes through this fixed blade, which is used, fixed blade or gate blade, which is used for changing the direction of steam towards the second set of moving blades. And then when the steam passes through the second set of moving blade, again its velocity will be absorbed. Okay, and the velocity will be reduced. During the flow of steam through these moving blades and fixed blade, the pressure remains constant. Okay, and then the steam will again enter into the second set of nozzle ring. Second set of nozzle ring pass in സമയത്ത് its velocity will be again increased and the pressure will be again decreased. അതുപോലെ നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പ്രഷർ കോമ്പൗണ്ടിങ് കഴിഞ്ഞു. And what's happening, the velocity will be increased when it passes through this nozzle, and this velocity will be decreased while it passes through this first set of moving blades, and the velocity remains constant. Only changes in the direction of steam will occur in the fixed blade, and then second portion of this velocity will be absorbed when the steam passes through the second ring of moving blade,
and our final exit velocity is reached during when the steam coming out of the second set of moving blades. Okay, and here our exit velocity also will be compounded. നമുക്ക് ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുള്ള വെലോസിറ്റി രണ്ട് കോമ്പൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ വെലോസിറ്റിയിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ പ്രഷറും ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ കോമ്പൗണ്ട് ചെയ്തു, സെക്കൻഡ് സ്റ്റേജിലും റെഡ്യൂസ് ചെയ്ത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയി റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ എക്സിറ്റ് പ്രഷറിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ഇവിടെ ബോത്ത് പ്രഷർ കോമ്പൗണ്ടിങ് ആൻഡ് വെലോസിറ്റി കോമ്പൗണ്ടിങ് ആൾസോ ടേക്കിംഗ് പ്ലേസ്. Okay, this is first stage, second stage. Okay, this is the pressure velocity compounding of the steam turbine. It's a pressure velocity compounding. It's a combination of pressure compounding and velocity compounding. Here, the total pressure drop is divided into stages, and velocity obtained in each stage is also compounded. Okay, since the pressure drop in each stage being considerably high, less number of stages are necessary for a given output. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജിലുള്ള പ്രഷർ ഡ്രോപ്പ് കൺസിഡറബിളി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ ഓഫ് സ്റ്റേജസ് കുറച്ച് മതി. 2 സ്റ്റേജസ് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ the diameter of the turbine is increased at each stage to allow the increasing volume of steam at the lower pressure. നമ്മൾ ഓരോ സ്റ്റേജ് കഴിയും തോറും നമുക്ക് പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വോളിയം ഓഫ് ദി സ്റ്റീം വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വോളിയം ഓഫ് സ്റ്റീം നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അതിന്റെ നമുക്ക് കേസിംഗ് വോളിയം നമുക്ക് കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എൻഡിലേക്ക് പോകും തോറും നമുക്ക് വോളിയം ഓഫ് ദിസ് ഹാൻഡിൽ ബൈ ദ വോളിയം ഓഫ് ദി സ്റ്റീം വിൽ ബി ഇൻക്രീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കേസിംഗിന്റെ വോളിയം കൂട്ടി കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ദാറ്റ് ഈസ് എ പ്രഷർ വെലോസിറ്റി കോമ്പൗണ്ടർ. Now we can discuss about the reaction turbine. Okay,